സാർ. യെസ്, എനിക്ക് കുറച്ച് ഐസ് വേണം. സാറേ, ഒരു മിനിറ്റ്. ടി വി ഒന്ന് വെച്ചോട്ടെ. ക്രിക്കറ്റിന്റെ സ്കോർ അറിഞ്ഞിട്ട് പോകാന്ന് വെച്ചാ. രക്ഷയില്ലാന്ന് തോന്നുന്നു. സാർ ഇഷ്ടമുള്ളത് കണ്ടോ? ഞാൻ പോയി ഐസ് കൊണ്ടുവരാം. നീന ചെറിയാൻ. കൊള്ളാലോ. ഞാൻ ആദ്യമായിട്ടാ ഷൂട്ടിംഗ് കാണുന്നത്. ഇത് സിനിമയാണോ സീരിയലാണോ? അതോ അവർ നമ്മളെയും ക്യാമറയെ പിടിക്കണ്ടെന്ന് തോന്നണേ. Are you ready? Ready, madam? Okay, start camera. Rolling. Action. മാന്യ പ്രേക്ഷകർക്ക് മോസ്റ്റ് വാണ്ടഡിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമൂഹത്തിലെ തിന്മകളുടെ നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി. ഈ പരിപാടിയുടെ ആദ്യ ലക്ഷ്യം അത് തന്നെയാണ്. ഓക്കെ, കട്ട് ഇറ്റ്. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ സിദ്ധാർത്ഥൻ. നിങ്ങൾക്ക് എന്നെ ഓർമ്മ കാണാൻ വഴിയില്ല, ബട്ട് ഐ നോ യു. 4 വർഷം മുമ്പ് കാർഗിൽ വാർ ടൈമിൽ പുരുഷന്മാരെ വെല്ലുന്ന സ്മാർട്ട്നെസ്സുമായി ന്യൂസ് കളക്ട് ചെയ്യാമെന്ന നീന ചെറിയാൻ എന്ന ഡെയർ ഡെവിൾ റിപ്പോർട്ടറെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ടിവിയിൽ പ്രോഗ്രാമിന്റെ ആഡ് കണ്ടിരുന്നു. ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നി. തിരക്ക് കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, ഷൂട്ട് തീരുമ്പോ വൈകും. നമുക്ക് ഈവനിംഗ് ഒരു 5:30 കാണാം. അതുപോലെ? ഓക്കെ, ഷാർപ്പ് 5:30. ഓക്കെ, ഷോട്ട് റെഡി മാഡം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി എങ്ങോട്ടാ സാറേ? വല്ലാത്ത വിശപ്പ്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാൻ യാത്ര. ഉഗ്രൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ പേര് തന്നെ ഗംഭീര. ചിന്ന സായി ആർട്ട് ഓഫ് ഈറ്റിംഗ്. ഒരു സാമ്യം നടത്തുന്നത്. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് സാമിയുടെ നയം. വലിയ വലിയ ആൾക്കാരാ വന്ന് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ സാറേ? ഓ, സലീമിന്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളായി അവിടുന്ന് ആഹാരം കഴിക്കണമെന്നൊരാഗ്രഹം. ഇതെന്താ പേരുകളാ? ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാന്നാ, വെജിറ്റബിൾ ഫുഡ് കഴിക്കാന്നല്ല. വലിയ ചതിയായിപ്പോയി സാറേ. മുരിങ്ങയ്ക്കും പച്ചയ്ക്ക് അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പോ ഇത് നന്നായിരിക്കും. മക്കളെ, ഹിമാലയ സാനുക്കളില് ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം. ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ? അവന്റെ ഒരു കോപ്പിലെ സംശയം. പിന്നെ ദൂരീകരിച്ച് തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോരിക്കും. മിണ്ടാതിട പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു, അതാണ് ഈ ചിന്നസായി. ജയ് ജയ് ചിന്നസ്വാമി.
ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ വിഡിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണമില്ലേ? തന്റെ തലമുടിയിൽ ഇരുത്തി വിടും വാ സ്വാമി. സലീമേ, ദാ വരുന്നു സാർ. അസന്മാർഗികൾ. പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല. ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അല്പം മുരിങ്ങയില വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാത്വിക ശലസന്ധാനം. അവിടെ അല്പം ദൃക്തം തിരിച്ച വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കനേ ശാന്തി. ദൈവമേ, ചിക്കൻ തിന്നാതെ 1 മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പൈൽസും വന്ന് ചാവത്തേ ഉള്ളൂ. സ്വാമി സ്വാമി, ഒരു സംശയം. ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദമില്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടാടി പോണം. അനിയത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരേട്ടൻ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്തിട്ടുള്ളൂ. അവൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ആ വിവാഹം നടത്തിക്കൊടുത്തു. എന്റെ സർവ്വ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു വീട് നൽകി. ബട്ട് എനിക്കറിയില്ല എവിടെ ചെന്നാ ഞാൻ ഇനി അവളെ കണ്ടുപിടിക്കേണ്ടത്. അനിരുദ്ധൻ എന്ത് ബിസിനസ്സാ ചെയ്തുകൊണ്ടിരുന്നെന്ന് സിന്ധു പറഞ്ഞിരുന്നോ? എന്തൊക്കെയോ ബിസിനസ്സുകൾ. അയാളെ കണ്ടു കഴിഞ്ഞപ്പോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. ഗുഡ് ലുക്കിംഗ്, സോഫ്റ്റ് സ്പോക്കൺ, എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഭാര്യയെ കാണാതായി 1 മാസം കഴിഞ്ഞപ്പോ ഭർത്താവും മിസ്സിംഗ്. അതിന് തൊട്ടു മുൻപ് ഒരു വീട് വിൽപ്പന. ബിസിനസ്സിൽ ലോസ് വന്ന് നാടുവിട്ടതായിരിക്കോ? അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്ന്. ആലോചിച്ച കുരുക്കുകൾ ഒരുപാടുണ്ട്. ഒരു നല്ല ന്യൂസിനുള്ള സ്കോപ്പും കാണുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? മോസ്റ്റ് വാണ്ടറ്റിന്റെ ആദ്യ എപ്പിസോഡ് നാളെ ടെലികാസ്റ്റ് ആണ്. ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ന്യൂസായി ഈ മാറ്റർ നമുക്ക് നാളെ തന്നെ എയറിലാക്കിയാലോ? ആഴ്ചകളായി പ്രോമോ വരുന്നതുകൊണ്ട് പ്രേക്ഷകർ ശരിക്കും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സിസ്റ്ററിലേക്ക് എത്താനുള്ള വഴി തെളിയെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ ഭാര്യ ഭർത്താക്കന്മാരാണ് മോസ്റ്റ് വാണ്ടറ്റിലെ അടുത്ത വിഷയം. സിന്ധു, അനിരുദ്ധൻ. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം ഞങ്ങളുടെ ഓഫീസിൽ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പർ 9847275950. ഒടുവിൽ അവതരിച്ചിരിക്കുന്നു നിന്റെ രക്ഷകൻ. മുൻ അനിയത്തെ ജീവനോടൊന്ന് കാണാൻ കൊതിച്ചു ഇവിടെ എത്തിയിരിക്കുന്നു. അനിരുദ്ധന്റെ നഗരത്തിൽ പാവം ആയസെത്താതെ തീരാനാവും അയാളുടെ വിധി. 3 മാസം നഗരത്തിരക്കളിൽ നിന്ന് ഒഴിഞ്ഞ ഈ ബംഗ്ലാവിന്റെ ബെഡ്റൂമിൽ നീ ഏകാന്തവാസം തുടങ്ങിയിട്ട് 3 മാസം. ഭർത്താവിന്റെ ബിസിനസ് സാമ്രാജ്യം തകർത്ത് അയാളെ നിയമത്തിന്റെ കണ്ണിൽ കൊടുക്കണമെന്ന് സിന്ധുമോൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടോ? ബിസിനസ് സാമ്രാജ്യം എട്ടും പൊട്ടും തിരികത്ത് പെൺകുട്ടികളുടെ മാനം വിറ്റ് കാശാക്കുന്ന തൊഴിലിന് ബിസിനസ് എന്നല്ല തിണ്ടിങ് എന്നാ പറയാ. അതേടി സമ്മതിച്ചിരിക്കുന്നു ഞാൻ. അതിരുകളില്ലാത്ത ഈ ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടം വെക്കാത്ത രാജാവാണ് ഈ അനിരുദ്ധൻ. വെറും ഒരു പുൽക്കൊടിയാണ് നീ. നീ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാനാവില്ല. പിന്നെ
എന്തിന് എന്നെ ഭയപ്പെടുന്നു? എന്നെ വിട്ടേക്ക്. വിദ്യാഭ്യാസം ഇല്ലാത്ത നാടും പെണ്ണൊന്നും അല്ല ഞാൻ. ഈ താലിച്ചെരലിന്റെ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ പെട്ടെന്ന് ഈ ബന്ധം അവസാനിപ്പിക്കാൻ അനിരുദ്ധന് ഒട്ടും മനസ്സില്ല. കാരണം നിന്റെ ഈ സൗന്ദര്യം